അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടമാണ് നാളെ. ഈ രണ്ടാം ഘട്ടത്തിൽ 13 സംസ്ഥാനങ്ങളിലായി 88 മണ്ഡലങ്ങളാണ് വിധി എഴുതുന്നത്. ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതോടെ പ്രചാരണ തന്ത്രം അപ്പാടെ മാറ്റിയാണ് BJP രണ്ടാം ഘട്ടത്തിനായി ഒരുങ്ങിയിരിക്കുന്നത്. വിജയകുമാർ, നമ്മളെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി പ്രേക്ഷകർ രാവിലെ പറയുന്നത് കിട്ടും. നമ്മൾ ഒരു മണ്ഡലത്തിൽ എന്താ സംഭവിച്ചത്? തിരഞ്ഞെടുപ്പ് മാറ്റി വെച്ചോ. 89 എന്ന് നമ്മൾ പറഞ്ഞു. ആണോ? അന്വേഷിക്കണം. അത് എനിക്ക് തോന്നുന്നത് 89 മണ്ഡലം ഒരു മരണം നിമിത്തം ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് 88 മണ്ഡലങ്ങളിലാണ്. 88 ഉള്ളൂ എന്തായാലും ഉറപ്പിച്ചു. കഴിഞ്ഞ തവണ BJPക്ക് മേൽക്കൈ ലഭിച്ച മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണി. വോട്ടെടുപ്പിനൊരുങ്ങിയ 88 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 64 നേടിയ മേധാവിത്വം BJPക്കുണ്ട്. നാളെ നടക്കാനിരിക്കുന്ന മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് അതുകൊണ്ട് തന്നെ BJPക്ക് ഏറെ നിർണായകമാണ്. എന്നാൽ ഇതിൽ 45ഓളം മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടമാണെന്നും സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുമാണ് ഇന്ത്യ മുന്നണിയുടെ കണക്കുകൂട്ടൽ. ഒന്നാം ഘട്ടത്തിനു ശേഷം അടിമുടി ട്രാക്ക് മാറ്റിയായിരുന്നു BJPയുടെ പ്രചാരണം. മോദി ഗ്യാരണ്ടി മാറി മോദിയുടെ പ്രസംഗങ്ങൾ ചർച്ചയായി. വിവാദ പരാമർശങ്ങൾ ആവർത്തിച്ചു. BJP വർഗീയ കാർഡ് ഇറക്കുന്നുവെന്ന പ്രചാരണം കോൺഗ്രസ് ശക്തമാക്കി. कांग्रेस सरकार ने कर्नाटका में जितने भी मुस्लिम समाज के लोग हैं, उच्च वर्ग के होंगे, धनी होंगे, व्यापारी होंगे, उद्योगपति होंगे, न्यायमूर्ति होंगे, कोई भी होंगे, बस सिर्फ मुसलमान होना चाहिए. ये अब मेरा लाइफ का मिशन है. राजनीति में कॉम्प्रोमाइज किया जा सकता है, लाइफ मिशन में कॉम्प्रोमाइज नहीं होता. कि हिंदुस्तान के इंस्टीट्यूशनल स्ट्रक्चर में, हिंदुस्तान की इकोनॉमी में, हिंदुस्तान के जुडिशरी में उनकी कोई जगह नहीं है. BJP കോൺഗ്രസ് നേർക്കുനേർ പോരാട്ടം നടക്കുന്ന കർണാടകയിൽ 14-ഉം രാജസ്ഥാനിൽ 13 മണ്ഡലങ്ങളിൽ നാളെ ജനങ്ങൾ വിധിയെഴുതും. ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും 8 വീതം മണ്ഡലങ്ങളിലും അസമിലും ബീഹാറിലും 5 വീതം മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പ് നടക്കും. മധ്യപ്രദേശിൽ 7-ഉം പശ്ചിമബംഗാൾ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ 3 വീതം മണ്ഡലങ്ങളിലുമാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മണിപ്പൂരിൽ പോളിംഗ് നടക്കുന്ന ബൂത്തുകളിൽ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. വിദർഭയിലും മറാഠവാഡയിലുമായി ആകെ 8 മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ്. കോൺഗ്രസും BJPയും കനത്ത പ്രചാരണം നടത്തിയ ഇടങ്ങൾ. OBC വോട്ടുകളും മറാഠ വോട്ടുകളും നിർണായകമാവുന്ന ഈ മണ്ഡലങ്ങളിൽ പ്രകാശ് അംബേദ്കറിന്റെ നിലപാടും മറാഠ സംവരണ പ്രക്ഷോഭവും എന്തു ചലനമുണ്ടാക്കിയെന്ന് വോട്ടിംഗ് ശതമാനത്തിൽ പോലും പ്രതിഫലിക്കും.